ഹരി ഓം. ഓം നമോ നാരായണായ. ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത് അതിൽ ഗീതാനായകനായിട്ടും മറ്റും പല കാര്യങ്ങൾ സൃഷ്ടിച്ചതിനെ പറ്റി ചുരുക്കമായി ഒന്ന് പറയാൻ പോവുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, പരശുരാമൻ, വാമനൻ എന്നീ മഹൽ അവതാരങ്ങൾ എടുത്ത് ഈ പ്രപഞ്ചത്തിനെ ശുദ്ധമാക്കി ചൈതന്യമാക്കുകയും രാമാവതാരവും എടുത്ത് സത്യം, ധർമ്മം, നീതി എന്നിവ പിതൃസ്നേഹം, മാതൃസ്നേഹം, സഹോദരസ്നേഹം, ഭൂമി പരിപാലനം, മറ്റും ജനങ്ങളുള്ള വാത്സല്യം എന്നീ 14 ഗുണങ്ങൾ തികഞ്ഞ അവതാരം മൂലം മഹനീയമാക്കുകയും ചെയ്തത് പോരാഞ്ഞ് ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം, തന്നെ നാടുന്നവനെ ഭക്തിമയമാക്കാനും തന്നെ എന്നും ചിന്തിക്കുമ്പോൾ അനുഗ്രഹം ചൊരിയാനായി ഈ ഒരു മനുഷ്യായുസ്സുമ്പോൾ ഭഗവാൻ മുഴു മനുഷ്യ ജീവിതം പോലെ വിദ്യ, വിവാഹകാലം, ഗർഭകാലം, ജനനത്തിന് ശേഷം ജാതകർമ്മം, നാമകരണം എന്നിങ്ങനെയുള്ള കർമ്മങ്ങളും ഭഗവാൻ അതുപോലെ സ്വീകരിച്ച് മറ്റു അവതാരങ്ങൾക്കുറിപ്പിട്ട അവതാരങ്ങൾ എടുത്തതുമായി മായുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ കൃഷ്ണാവതാരം മനുഷ്യായുസ് പോലെ, മനുഷ്യജീവിതം പോലെ ആക്കാനായി മനുഷ്യജീവിതം നിഷ്ഠകൾ എങ്ങനെ കടപിടിക്കണമെന്നും കാണിച്ചുകൊണ്ട് അനന്തമായ നാമങ്ങളുടെ ജാതനാവുകയും ബാല്യം, യൗവനം, യുവത്വം, വാർദ്ധക്യം എന്നീ കാലചക്രത്തിൻ്റെ മാറ്റങ്ങൾ പല ആശ്ചര്യങ്ങളും ചെയ്തു തീർക്കുകയും പല ദുർഘടങ്ങളും ഭഗവാൻ ഒരു പുഞ്ചിരി കൊണ്ട് വശമാക്കി ഭക്തരാക്കുകയും ധിക്കാരം കൂടിയവരെ നിഗ്രഹിക്കും. ഇങ്ങനെ ഭഗവാന്റെ ഈ കൃഷ്ണാവതാരം ഒരു കടൽ പോൽ വിരിഞ്ഞ് പന്തലിച്ച് നിൽക്കുന്നത് പോലെ വിസ്താരമേറിയ പല രീതിയിലും ഭഗവാന്റെ തേജസ്സായ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെക്കൊണ്ട് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഈ മനുഷ്യജന്മം. കുഞ്ഞുപ്രായത്തിൽ അസുരനിഗ്രഹങ്ങൾ, ബാല്യകാലത്തിൽ കാളിയമർദ്ദനം, ധേനുകാസുരവധം, ബകാസുരവധം ഈ പ്രായത്തിൽ ആർക്കും സാധിക്കാത്തതാണ്. ഭഗവാൻ അങ്ങനെ ഭഗവാന് എന്തും സാധിക്കുമെന്നത് ബാല്യത്തിൽ അത് അത്ഭുതങ്ങൾ ചെയ്തു തീർത്തു. യൗവനത്തിൽ മാതുലവധം, ഗോപികളെയും ഗോപന്മാരെയും തൻ്റെ പുഞ്ചിരിക്കും മനോഹരശ്രീക്കും വ്യത്യാസമായും മനസ്സിനെ ഇണങ്ങിയതും ആകർഷണമായ കാര്യങ്ങൾ അവരെ ഭക്തരാക്കിയും തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഭക്തന്മാരെ വശത്താക്കുകയും ചെയ്യുന്നു. ഈ അവതാരത്തിൽ തന്നെ മഹാഭാരതം എന്ന മഹാകാവ്യം ഭഗവാൻ ജീവിതത്തിൻ്റെ തെറ്റായ മാർഗങ്ങളില്ലാതെ നല്ല മാർഗങ്ങളില്ലാതെ അതാത് കർമ്മങ്ങൾ ചെയ്യുന്ന ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞതും മറ്റുള്ളവർക്ക് ഗുണത്തെ ഉണ്ടാക്കുന്നതും തൻ്റെ ജീവിതം നല്ലൊരു മാർഗരേഖമായിരിക്കണമെന്ന് കാണിച്ചുകൊണ്ടും മറ്റുള്ളവർക്കും കൂടി അവകാശമുള്ള സ്വത്ത് താൻ തന്നെ അനുഭവിക്കണമെന്നുള്ള ധിക്കാരം, അസൂയ, തൻ്റെ കാര്യസാധ്യത്തിന് ഏതു മാർഗവും എന്തെന്നുമില്ലാത്ത ചെയ്തു തീർക്കുകയും തൻ്റെ ഉദ്ദേശവും സഫലമാകണമെന്നുള്ള ചിന്തയ്ക്ക് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുമോ ഉപദ്രവമുണ്ടാകുമോ അതൊന്നും തനിക്ക് അറിയേണ്ടില്ലെന്നും കപടങ്ങൾ, ചതികൾ, വധങ്ങൾ, ക്രൂരവാക്കുകൾ ഇങ്ങനെയായ അസഖ്യം ദുഷ്ടകാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാതെയും പിതൃമാതൃവാക്കുകൾക്ക് മറ്റും ഗുരുക്കന്മാർ മുത്തശ്ശിയുടെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് ദുഷ്ടപ്രവൃത്തി എല്ലാം തികഞ്ഞ ഒരു കലവറ പോൽ മനുഷ്യനെ ഏതു കൂടാത്തതോ ആവ കൃത്യങ്ങളിൽ ശരീരവും മനസ്സും ദുർബുദ്ധിയാൽ അഹങ്കാരത്താൽ നിറഞ്ഞു തുളുമ്പിയാൽ പരാജയവും ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതം തന്നെ നയിക്കാൻ പറ്റുന്ന എന്നുള്ള തത്വം ആ ദുര്യോധനൻ മൂലം കാണിക്കുന്നു. ധിക്കാരത്തിൻ്റെ മുഴുരൂപമായ ദുര്യോധനൻ്റെ ജീവിതചരിത്രം ഇതാണ്. മറിച്ച് വിദ്യ, വിനയം, സത്യം, സ്നേഹം എന്തു വന്നാലും ഏതു കാലഘട്ടത്തിലും ധർമ്മം വിടാതെയുള്ള പാണ്ഡവന്മാർ 5 ഇന്ദ്രിയങ്ങൾ പോലെ, പഞ്ചഭൂതങ്ങൾ പോലെ, ക്ഷീരത്തിലടങ്ങിയ 5 ദ്രവ്യങ്ങൾ പോലെ, അതായത് പാൽ, തൈര്, മോര്, വെണ്ണ, നെയ്യ് എന്നതുപോലെ പഞ്ചാഗ്നി പോലെ പാണ്ഡവന്മാർ എവിടെയും ശോഭനമാവുകയും പല കഷ്ടങ്ങൾ വന്നാലും ധർമ്മത്തെ കൈവിടാതെ ഇങ്ങനെയുള്ള മഹത്വക്കൾക്ക് ബന്ധുമിത്രങ്ങൾ പൂർത്തിണക്കിക്കൊണ്ട് അവർക്ക് ദുഷ്ടനായ ദുര്യോധനൻ്റെ പക്കൽ നിന്നും യുദ്ധം ചെയ്ത സ്വത്തുക്കൾ പാണ്ഡവർക്ക് കൊടുക്കണമെന്നുള്ള കാരണത്താൽ യുദ്ധം എന്ന രംഗം ഉണ്ടാക്കുകയും ചെയ്തു ഭഗവാൻ. അതിൽ ആ യുദ്ധക്കളത്തിൽ കോടാനുകോടി ഇരുഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സൈന്യങ്ങൾ മനുഷ്യരുകൾ അതിനിടയിൽ എന്തെങ്കിലും സ്വയം ചെയ്യാൻ പറ്റുമോ നമ്മളാൽ? എന്നാൽ ഭഗവാൻ ആ സമയം ചെയ്തു തീർത്തു. എല്ലാവരും ശില പോലെ ഒരു അനക്കവും ഇല്ലാതെയാക്കി തീർത്തു. ഇതാണ് ഭഗവാന്റെ കഴിവും ശക്തിയും. അതാണ് ഭഗവാൻ.
അർജുന ക്ഷത്രിയൻ്റെ ധർമ്മവും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്നേഹവും ബന്ധുമിത്രങ്ങൾക്കും സ്ഥാനമില്ലെന്നും ദുഷ്ടനെയും യുദ്ധം മൂലമേ അടക്കാൻ പറ്റുമെന്നും ഈ യുദ്ധം മൂലം ക്ഷത്രിയനെ സ്വർഗപ്രാപ്തി ഉണ്ടാകുമെന്നും കർമ്മത്താൽ ജ്ഞാനത്താൽ ഭക്തിയെയും ജീവിതത്തിൽ നയിക്കേണ്ടതും വിരുദ്ധമായ നരകത്തെ ഇങ്ങനെ 18 അധ്യായങ്ങൾ മൂലം ഭഗവത്ഗീത എന്ന ഗീത ഭഗവാൻ മഹാവേദത്തെ മറ്റൊരു ഭാഗമാവുകയും ചെയ്തു തീർക്കും. ആകയാൽ മനുഷ്യർക്ക് ദാനം ചെയ്യുകയും സാഗരം പോൽ നിറഞ്ഞ കൃഷ്ണാവതാരം പറ്റാതെ മഹാഭാരതം എന്ന കാവ്യം ഭഗവത്ഗീത എന്ന പ്രപഞ്ചത്തിൻ്റെ നിധിയായ മഹത്തായ ഭക്തിയെയും ധർമ്മത്തെയും കുത്തിനിറച്ച് പൊൻകുടം പോലെ ഭഗവാൻ തരികയും ചെയ്തുകൊണ്ടുള്ള ആ ഭഗവാൻ കൃഷ്ണാവതാരം ചെയ്ത് ആലോചിക്കുമ്പോൾ തല കറങ്ങുകയാണ്. അത്രയ്ക്കും കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തീർത്തത് പോരാഞ്ഞ് മഹാഭാരതം ഭഗവാന് ഗീതയും സുഖമായ ജീവിതം നയിക്കാമെന്നുള്ള മട്ടിൽ ഭഗവാൻ വ്യാസർ മൂലം മഹർഷിയായ നാരദർ മൂലം ഭൂമിക്കായി മനുഷ്യനായ ചിത്തത്തിൽ സൽചിന്തകൾ മാത്രം വെച്ച് നയിക്കണമെന്ന് വിചാരിച്ചു തരികയും സമർപ്പണം ചെയ്തു. ഭഗവാൻ ഇത്രയും ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് ധരിപ്പിക്കുന്നത് മനുഷ്യ മനസ്സ് അത്രയ്ക്കും ദുർനടപടിക്ക് മാത്രം സ്വാദു കൂടുന്നതാൽ ആവക കൽമഷങ്ങളെ ആദ്യം സോപ്പ് മുതലായതുകൾ ഇട്ട് കറകൊക്കെ പോകാതെ വീണ്ടും ദ്രവങ്ങളിട്ട് കറയെ എടുത്ത് ശുദ്ധമാക്കുന്ന പോലെ ഭഗവാൻ മനുഷ്യ മനസ്സുകളുള്ള ദുർഗുണങ്ങൾ നീക്കാനായി ഇത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്ത് ഭക്തിയെയും ധർമ്മത്തെയും സത്യത്തെയും സ്ഥാപിച്ചുകൊണ്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ ജീവിതം തിളങ്ങുമെന്ന് വിചാരിച്ചാണ് വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യാവതാരം എടുത്ത് തന്നിരിക്കുന്ന ഈ മഹൽ കർമ്മങ്ങളും ഇതിലുള്ള മഹനീയ എത്ര ചിന്തിച്ചാലും മതിവരാത്തതും ആ കരുണാമയനോട് വീണ്ടും വീണ്ടും ഭക്തി ബലപ്പെട്ടുകൊണ്ട് ചിത്തനെപ്പോൾ ആടിയും പാടിയും ചിരിച്ചും എന്ന ഭക്തിയിലൂടെ പ്രകാശമായി ഭക്തി വളർത്തുന്നു. ജീവിതത്തിൽ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭക്തി. അതുകൊണ്ടായ ആ ഭക്തി ക്രമരീതിയിൽ ആയിരിക്കണം. ആ ഭക്തി നിഷ്ഠയോടും കൂടി ആയാൽ ആ ഭക്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ്. ആ ഭക്തി ഗുണമോടിയ നല്ല നേർവഴി കൂടിയായാൽ ആ ഭക്തി മൂലം ഭഗവാന്റെ കൂട്ടുകാരനെ പോലെ മറ്റും സ്ഥാനമാനങ്ങളെ പോലെ ഭഗവാൻ നമുക്ക് മാറുന്നതാണ്. ഭഗവാനും തൻ്റെ ഭക്തന് വേണ്ടി ഏത് വേഷം കെട്ടാനും തയ്യാറാണ്. കാരണം ഭഗവാൻ ഭക്തനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുവെന്ന് സത്യമാണ്. ഭക്തനെ രക്ഷകനെ പോലെ കാണിക്കുന്നു. എങ്ങനെയെന്നാൽ മഹാബലിയെ സുതലത്തിൽ എന്നും ഞാൻ കാവൽക്കാരനായി ഞാൻ ഉണ്ടാവുന്ന ബലിക്ക് അനുഗ്രഹം കൊടുക്കുന്നു. ഇതുമൂലം നമ്മൾ ഭക്തനെ എത്രത്തോളം അനുഗ്രഹമായി കൂടെ ഒരു സ്നേഹിതനുമായി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനമായി കൂടെ ഇരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ഭക്തരുടെ മുന്നിൽ പരാജിതനാണ്, ഭക്തർക്ക് അടിമയാണ്. ഇങ്ങനെ ഭക്തിയാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പല അവതാരങ്ങളോടൊപ്പം ആർക്കും എന്നും എപ്പോഴും ഓർമ്മയിൽ നിന്നും മാറാത്തതായ കൃഷ്ണാവതാരത്തെയും മഹാഭാരതത്തെയും ഭഗവത്ഗീതത്തെയും കൊടുത്തിരിക്കുന്ന ഗീതാനായകനാണ് ഭഗവാൻ. ആ ഭഗവാനെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിഷേധിക്കുന്നവോ പ്രകാശമില്ലാത്ത ഒരു ഇരുട്ടറ പോലെയായിരിക്കും അവരുടെ ജീവിതങ്ങൾ. നയനങ്ങൾ ഉണ്ടായിട്ടും മനസ്സുകൾ ഉണ്ടായിട്ടും കർണം ഉണ്ടായിട്ടും അത് ഭഗവാന്റെ നാമങ്ങളും മറ്റും കേൾക്കാനോ അല്ലെങ്കിൽ പൂജ കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കാതെ മനസ്സ് മറ്റൊരു ഭാഗത്ത് ചിന്തിക്കുന്നത് വളരെ ദുർഘടമായ ഒരു ചിന്തിക്കാനേ പറ്റൂ. അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടുന്നതിനാൽ നമ്മളുടെ ജീവിതം വളരെ ദുർഗതിയിൽ തന്നെ ആയിരിക്കും. അത് ദുര്യോധനൻ്റെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കാം. അവസാനം എല്ലാം നശിച്ചുപോയ മാറിക്കുന്ന ഒന്നും ഇല്ലാതെയാവുന്നു. അന്ത്യവുമാകുന്ന ദുർബുദ്ധികളാണ്. ആകയാൽ ഈ ഭഗവാനുള്ള ഭക്തി എന്നും നമ്മൾ കരുണാമയനോട് കരുണ കാണിച്ചുകൊണ്ട് എന്നും ഭഗവാന്റെ നാമകർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ശ്രദ്ധയോടെ നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുരുങ്ങിപ്പറഞ്ഞതായ ഭഗവാന്റെ കൃഷ്ണാവതാരത്തെ ഇവിടെ പരിപൂർണം ചെയ്യുന്നു. ഓം നമോ നാരായണായ. ഹരി ഓം.